പി ആർ പി ആർ പി ആർ പി ആർ. അപ്പൊ പി ആർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വീഡിയോ എന്നെ പറ്റിയാണെന്ന്. എന്നെ പറ്റിയല്ല. ബിഗ് ബോസ് മലയാളം സീസൺ 6 അർജുനെ പറ്റിയും അർജുനെയും വെല്ലുന്ന ജാസ്മിനെ പറ്റിയുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇത് ആദ്യമായിട്ട് ഈ ഒരു പരിപാടി തുടങ്ങുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ 6 ഫിനാലെ അടുത്ത സമയത്ത് അർജുനും ജാസ്മിനും നല്ല രീതിയിൽ പി ആർ വർക്ക് ചെയ്ത് വോട്ടും കാര്യങ്ങളൊക്കെ കയറ്റുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ആദ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്നത് നമ്മുടെ ഏഷ്യാനെറ്റിന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ വന്ന 3-4 ഫോട്ടോസ് ആണ്. എന്ന് വെച്ചാൽ വോട്ട് ഫോർ ജാസ്മിൻ, വോട്ട് ഫോർ ജിൻഡോ, വോട്ട് ഫോർ അർജുൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസ്, അതായത് ഈ പറയുന്ന ടോപ്പ് 6 വന്നിരിക്കുന്ന 6 കണ്ടസ്റ്റൻസിന്റെ ഫോട്ടോസ് ഇവർക്ക് വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഏഷ്യാനെറ്റിന്റെ ഇൻസ്റ്റഗ്രാം പേജിലും യൂട്യൂബ് ചാനലിലൊക്കെ ആയിട്ട് ഇവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ അഭിഷേകിനായാലും ജിൻഡോനായാലും ഋഷിക്കായാലും ശ്രീധുവിനായാലും ഈ പറയുന്ന 4 കണ്ടസ്റ്റൻസിനും കിട്ടിയിരിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ പോസ്റ്റിന് കിട്ടിയിരിക്കുന്ന ലൈക്ക് എന്ന് പറയുന്നത് 500 മുതൽ 4000 വരെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ജിൻഡോ മച്ചാനാണ് 4000 പേര് ആ ഒരു ഫോട്ടോ ലൈക്ക് ചെയ്തിരിക്കുന്നത്. ഈ കേസിൽ ആദ്യം തന്നെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അർജുന്റെ ഫോട്ടോന് കിട്ടിയ ലൈക്കാണ്. അർജുന്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്ത സമയത്ത് 28,000 പേരാണ് ആ ഒരു പെർട്ടിക്കുലർ പോസ്റ്റ് ലൈക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലൈക്ക് ചെയ്ത ആൾക്കാരുടെ അടുത്ത് നോക്കുന്ന സമയത്ത് എല്ലാം ബോട്ടുകളാണ്, ഫുൾ ബോട്ട്സ് ആണ് അർജുന്റെ ഈ പറയുന്ന ഫോട്ടോ ലൈക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇന്നേ വരെയും കേൾക്കാത്ത രീതിയിലുള്ള പേരുകൾ, അതുപോലെ തന്നെ അവരുടെ പേജിൽ കയറി നോക്കുന്ന സമയത്ത് ഒരാൾ പോലും ഫോളോ ചെയ്യുന്നില്ല, കുറെ പേരെ ഫോളോയിങ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതുപോലെ ഫുള്ള് ബോട്ടുകളാണ് ഈ പറയുന്ന ഫോട്ടോ ലൈക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്രമാത്രം ബോട്ടുകളെ അടിച്ചു കയറ്റിക്കൊണ്ട് ഒരു പി ആർ വർക്ക് ആ ഒരു പെർട്ടിക്കുലർ പോസ്റ്റിൽ നടത്തേണ്ട കാര്യം ഉണ്ടോ എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചു വന്നപ്പോഴാണ് ദേ കിടക്കുന്നത് നമ്മുടെ ജാസ്മിന്റെ ഫോട്ടോ. ജാസ്മിന്റെ ആ പറയുന്ന പോസ്റ്റിലും 62,000 പേര്, അർജുൻ 28,000 ഉള്ളൂ, ജാസ്മിൻ അപ്പൊ തന്നെ ഇരട്ടി അങ്ങ് അടിച്ചു കയറ്റി 62,000 പേരാണ് ജാസ്മിന്റെ ആ ഒരു പോസ്റ്റ് ലൈക്ക് ചെയ്തിരിക്കുന്നത്. അതും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരുപാട് ബോട്ടുകൾ അതിനകത്തുണ്ട്, ഇങ്ങനെ ഒരുപാട് ബോട്ടുകൾ. അപ്പോൾ അതിന്റെ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ വെക്കാത്തത് ആ ഒരു സ്ക്രീൻ റെക്കോർഡും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് അതിനകത്തുള്ള ജെനുവിൻ ആയിട്ടുള്ള അക്കൗണ്ട്സും നമുക്ക് കാണിക്കേണ്ടി വരും. അപ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ട് വേണ്ട എന്നുള്ള രീതിയിലാണ്. നിങ്ങൾക്ക് ആ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരുപാട് ബോട്ടുകളാണ് ഈ പറയുന്ന അർജുന്റെയും ജാസ്മിന്റെയും ഈ പറയുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ ലൈക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ ഈ പറയുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബോട്ട്സിനെ വെച്ചിട്ട് ലൈക്ക് അടിച്ച് കയറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കൊരിക്കലും ബിഗ് ബോസ് മലയാളം സീസൺ 6 ടൈറ്റിൽ വിന്നർ ആകാനൊന്നും സാധിക്കില്ല. പക്ഷേ കുറച്ചധികം വീഡിയോസ് ഇതിനോടനുബന്ധിച്ച് കണ്ടു. പിന്നീട് നമുക്ക് അറിയാൻ പറ്റിയൊരു കാര്യം, നമ്മുടെ ഹോട്ട്സ്റ്റാറിൽ ഈ പറയുന്ന വോട്ടിംഗ് സൈറ്റുകളിൽ ബിഗ് ബോസ് മലയാളം സീസൺ 6 ടൈറ്റിൽ വിന്നർ ആരാകണം എന്ന് തീരുമാനിക്കുന്ന ആ ഒരു വോട്ടിംഗ് സൈറ്റിൽ ഈ പറയുന്ന രീതിയിൽ ബോട്ടുകളെ വെച്ചിട്ട് കുറച്ചധികം വോട്ടും കാര്യങ്ങളൊക്കെ അടിച്ചു കയറ്റി ചെറിയ രീതിയിലെങ്കിലും ഒരു മാറ്റം സൃഷ്ടിക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം നമ്മൾ ഒരുപാട് പേര് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കണ്ടു. ചെറിയൊരു സത്യമുള്ളൊരു കാര്യം തന്നെയാണ്, ഒരുപാട് സീസണുകളിൽ സംഭവിക്കാറുണ്ട്. ഫസ്റ്റ് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റിനെ കുറച്ച് വോട്ടുകൾക്കാണ് നമ്മുടെ സെക്കൻഡ് നിൽക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ കണ്ടസ്റ്റന്റ് പിന്നിൽ നിൽക്കുന്നതെങ്കിൽ അവർക്ക് അതിനെ പിന്തള്ളാനായിട്ട് ഈ പറയുന്ന ചെറിയ വോട്ടും പരിപാടിയൊക്കെ ചെയ്ത് കുറച്ച് വോട്ടും കാര്യങ്ങളൊക്കെ കൂട്ടാം. വളരെ കുറച്ച് വോട്ടുകൾ മാത്രമാണ് അങ്ങനെ സാധിക്കുള്ളൂ. അതൊക്കെ എല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതായത് എല്ലാ ഭാഷകളിലും ഈ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. അപ്പോൾ ജാസ്മിനും അർജുനും ഈ പറയുന്നത് പോലെ ഒരുപാട് വോട്ടും കാര്യങ്ങളും ഇങ്ങനെ അടിച്ചു കയറ്റുന്നുണ്ട്. ജിൻഡോന്റെ തൊട്ടു പുറകിലാണ് എല്ലാവരും. ഇനി വരുന്ന നാളുകളിൽ ജിൻഡോയെ വെട്ടിക്കാനായിട്ടും അതുപോലെ തന്നെ ജിൻഡോയെ പിന്നിലാക്കാനായിട്ടും അർജുനും ജാസ്മിനും സാധിക്കും. അതിനുള്ള പി ആർ വർക്കും കാര്യങ്ങളൊക്കെ അവർ പുറത്ത് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളും കാണുന്നുണ്ട്. എന്തൊക്കെ ആയാലും നമ്മൾ ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ ഈ പറയുന്ന ജിൻഡോന് വോട്ട് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ അന്വേഷിക്കുന്ന സമയത്ത് വോട്ടിംഗ് സൈറ്റുകളിൽ മറ്റുള്ള ഏത് കണ്ടസ്റ്റൻസിനെ വെച്ച് കമ്പയർ ചെയ്താലും ഒരുപാടധികം വോട്ട് കിട്ടുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ജിൻഡോ. അപ്പോൾ ഒരിക്കലും ഈ പറയുന്ന ചെറിയ ചെറിയ ബോട്ട്സും കാര്യങ്ങളൊക്കെ വോട്ട് ചെയ്ത് കുറച്ച് വോട്ടുകൾ ഈ പറയുന്ന ജാസ്മിനോ അർജുനോ തട്ടിയെടുത്താലും ഈ പറയുന്ന നമ്മുടെ ജിൻഡോനെ ഇപ്പൊ പുറകിലാക്കാൻ പറ്റുന്ന സ്ഥിതിയിലല്ല ഈ ഒരു വോട്ടിംഗ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, എല്ലാവരും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിന് കൃത്യമായിട്ട് ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്യുക. നമ്മൾ രാവിലെയും ഉച്ചയും വൈകുന്നേരവും ഒക്കെ പരിശോധിക്കുന്ന സമയത്ത് വോട്ടിംഗ് സൈറ്റുകളിൽ വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നും കാണാറില്ല. പക്ഷേ രാത്രി
രാത്രി വോട്ടിംഗ് ക്ലോസ് ആവുന്നതിന് തൊട്ട് മുന്നായിട്ട് നല്ല രീതിയിലുള്ള പോളിംഗ് എല്ലാ കണ്ടസ്റ്റൻസിനും കിട്ടാറുണ്ട്. നല്ല രീതിയിൽ വോട്ട് എല്ലാ കണ്ടസ്റ്റൻസിനും അടിച്ചു കയറുന്ന ഒരു ടൈമാണ് രാത്രി. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് വോട്ടും കാര്യങ്ങളും കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെടുന്ന കണ്ടസ്റ്റന്റ് ആരുമായിക്കൊള്ളട്ടെ, ജിൻഡോയോ ജാസ്മിനോ അഭിഷേകോ അർജുനോ ആരുമായിക്കൊള്ളട്ടെ, ഇവർക്ക് ഈ പറയുന്ന യൂട്യൂബിലോ അല്ലെങ്കിൽ അൺഒഫീഷ്യൽ ആയിട്ടുള്ള വോട്ടിംഗ് സൈറ്റുകളിലോ ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ പോയിട്ട് കമ്മ്യൂണിറ്റി പോളുകൾ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് അവർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് യാതൊന്നും ഈ പറയുന്ന കണ്ടസ്റ്റൻസിന് കിട്ടാൻ പോകുന്നില്ല. അവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ, നിങ്ങൾ പേഴ്സണലി ഇഷ്ടപ്പെടുന്ന ആ ഒരു പെർട്ടിക്കുലർ കണ്ടസ്റ്റന്റ് വിജയിക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹോട്ട്സ്റ്റാറിൽ ചെന്ന് ആ ഒരു പെർട്ടിക്കുലർ കണ്ടസ്റ്റന്റിന്റെ പിക്ചറിൽ ക്ലിക്ക് ചെയ്ത് വോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഫൈനലായിട്ട് ഈ വോട്ടും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആ ഒരു കണ്ടസ്റ്റന്റ് ഈ ഒരു വിജയി എന്നുള്ള സ്ഥാനത്തേക്ക് എത്തിച്ചേരുള്ളൂ. അപ്പൊ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അല്ലാതെ ഈ പറയുന്ന PR വർക്ക് നടക്കുന്നു, അർജുൻ വിജയിക്കാൻ പോകുന്നു, അർജുൻ ജിൻഡോന്റെ തൊട്ടുപുറകിൽ, ജാസ്മിൻ ഒന്നാമതായി, ജിൻഡോയെ പിന്തള്ളി എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ അതങ്ങോട്ട് വിട്ട് കളഞ്ഞേക്കാം. ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ല. ചെറിയ തട്ടിപ്പും പരിപാടിയൊക്കെ എല്ലാ സ്ഥലത്തും നടക്കുന്നത് പോലെ ഇവിടെയും നടക്കും. പക്ഷെ ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ വോട്ട് ചെയ്യുന്നതിന് ഒരു വിലയും ഇല്ലാത്ത രീതിയിൽ മാറില്ല. ഏറ്റവും അവസാനം ഈ പറയുന്ന വോട്ടും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതിപ്പോൾ ബിഗ് ബോസിന്റെ ഏതൊരു ഭാഷകളിലാണെങ്കിലും ഒരു കോപ്പറേറ്റീവ് കമ്പനിയാണ് ഈ പറയുന്ന വോട്ടും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഈ പറയുന്ന ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിലുള്ള ക്രൂ മെമ്പേഴ്സ് ഒന്നുമല്ല. അവർക്ക് ഇതിനകത്ത് യാതൊരു തട്ടിപ്പും കാണിക്കാൻ പറ്റില്ല. ഇത് 100% ഉറപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എല്ലാം അവസാനം വോട്ടും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വിജയിയെ പ്രഖ്യാപിക്കുന്നത്, ഭൂരിപക്ഷം തീരുമാനിക്കുന്നത് എല്ലാം ഒരു കോപ്പറേറ്റീവ് കമ്പനിയാണ്. അവരിതിനകത്ത് യാതൊരു തട്ടിപ്പും കാണിക്കില്ല. അതുകൊണ്ട് തന്നെ എത്ര PR അടിച്ച് കയറ്റിയാലും നിങ്ങൾ ഏറ്റവും അധികം ജനങ്ങൾ വോട്ട് ചെയ്ത ആ ഒരു പെർട്ടിക്കുലർ കണ്ടസ്റ്റന്റ് തന്നെ ആ ഒരു സീസണിന്റെ വിജയിയായിട്ട് മാറും. ഇപ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ വോട്ടും കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജിൻഡോ മച്ചാനെയാണ്. അപ്പോൾ ജിൻഡോ ഇത്രയും ലക്ഷക്കണക്കിന് വോട്ടുകൾക്ക് മറ്റുള്ള കണ്ടസ്റ്റൻസിനെ പിന്തള്ളിക്കൊണ്ട് മുന്നിൽ നിൽക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ജിൻഡോന് അതിന്റെ പ്രോഫിറ്റ് കിട്ടും. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ വിജയി ആവാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ നമ്മൾ ജിൻഡോയിൽ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റിന് തീർച്ചയായിട്ടും വോട്ട് ചെയ്യുക. PR വർക്ക് നടക്കുന്നു, അതിന്റെ പുറകെ ഒന്നും പോകേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങൾ വോട്ട് ചെയ്താൽ അയാൾ ജയിക്കും, അത്രയേ ഉള്ളൂ. ഇതിനകത്ത് PR വർക്ക് ചെയ്ത് പിന്നിലാക്കുന്നു മുന്നിലാക്കുന്നു യാതൊരു കാര്യവുമില്ല. ഇപ്പോൾ സീസൺ 4ലും സീസൺ 5ലും നമ്മൾ ഇതൊക്കെ കണ്ടുവന്നതാണ്. ശോഭയുടെ PR-കൾ അഖിൽ മാരാറിനെ തോപ്പിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ശോഭ തൊട്ടു പിന്നിൽ, എന്നിട്ട് എന്തായി, ടോപ്പ് 3 പോലും എത്തിയില്ല. അതുപോലെ തന്നെ ഈ പറയുന്ന സീസൺ 4ലും ബ്ലെസ്ലി, ഈ പറയുന്ന റിയാസ് അവർക്കൊക്കെ വോട്ട് അടിച്ച് കയറ്റുന്നു, എന്തായി, അവിടെയും അവർക്ക് എങ്ങും ഈ പറയുന്ന വിജയി ആവാനായിട്ട് സാധിച്ചില്ല. അതിന് മുന്നത്തെ സീസണുകളിലും എല്ലാത്തിലും ഈ പറയുന്ന PR ടീമുകൾ അവൈലബിൾ ആണ്. അവരവരുടെ മാക്സിമം ശ്രമിക്കും, വാങ്ങുന്ന പൈസക്ക് മാക്സിമം അവർ ജോലി ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവസാനം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഇതിന്റെ അന്തിമ തീരുമാനമെടുക്കുന്നത് ജനങ്ങളാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് അവർ തന്നെ ആ ഒരു സീസണിന്റെ വിജയിയാകും. ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ ജിൻഡോ ബിഗ് ബോസ് ഹൗസിന്റെ വിജയിയാകും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ലാതെ നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണ് ഈ പറയുന്ന അർജുൻ ആയാലും ജാസ്മിൻ ആയാലും നല്ല കണ്ടന്റ് ക്രിയേറ്റേഴ്സ് തന്നെയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 6ന് ഇത്രയും TRP റേറ്റിംഗ് ഉണ്ടാക്കി കൊടുത്തത് ജാസ്മിൻ ഒറ്റ ഒരാളാണ്. അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അർജുന്റെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നല്ല രീതിയിൽ മെച്യൂർഡ് ആയിട്ട് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ്. അർജുനെ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നല്ലൊരു എന്റർടൈനർ ആണ് അർജുൻ. പക്ഷേ ഈ പറയുന്ന കമ്മ്യൂണിറ്റി പോളൊക്കെ ചെയ്യുന്ന സമയത്ത് യൂട്യൂബിൽ നമ്മുടെ കമ്മ്യൂണിറ്റി പോളുകളിലൊക്കെ 15% അർജുന്റെ സപ്പോർട്ടും കാര്യങ്ങളും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജാസ്മിൻ ആയാലും 20-25% മാത്രമാണ് ജാസ്മിനും ഈ പറയുന്ന കമ്മ്യൂണിറ്റി പോളുകളിൽ ഈ പറയുന്ന സപ്പോർട്ടും കാര്യങ്ങളും കിട്ടുന്നത്. കാരണം കമ്മ്യൂണിറ്റി പോളുകളിൽ PR വർക്ക് ചെയ്ത് വോട്ടും കാര്യങ്ങളും അടിച്ചു കയറാനായിട്ട് സാധിക്കില്ല, ഒരിക്കലും സാധിക്കില്ല നമ്മുടെ യൂട്യൂബിൽ നടക്കുന്ന കമ്മ്യൂണിറ്റി പോൾ. അതുകൊണ്ടാണ് പലപ്പോഴും സത്യമായിട്ട് വരുന്നത്. കമ്മ്യൂണിറ്റി പോളിൽ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള കണ്ടസ്റ്റൻസ് വിജയിയാവുന്നതും ആ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്. ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ മറ്റുള്ള പ്ലാറ്റ്ഫോമുകളിലും ബോട്ട്സിനെ വെച്ച് ലൈക്കും ഷെയറും കമന്റുകളും അടിച്ചു കയറ്റുന്നത് പോലെ യൂട്യൂബിൽ നടക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളെ നിങ്ങൾക്ക് വിശ്വസിക്കാം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആ ഒരു കമ്മ്യൂണിറ്റി പോളുകൾക്ക് അനുസരിച്ച് ഒരുപാട് കണ്ടസ്റ്റൻസിന്റെ വിധി എഴുതിയ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ കമ്മ്യൂണിറ്റി പോൾ എന്ന് പറയുന്നത്. ഒരു എവിക്ഷൻ വരുമ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി പോൾ ചെയ്യും. ആ കമ്മ്യൂണിറ്റി പോളിൽ ഏറ്റവും കുറവ് ജനപിന്തുണയുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെ ആയിരിക്കും ആ ഒരു പെർട്ടിക്കുലർ എവിക്ഷനിൽ പുറത്താവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 100% വിശ്വസിക്കാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ യൂട്യൂബിൽ ഇടുന്ന കമ്മ്യൂണിറ്റി പോളുകൾ. അല്ലാതെ ഇൻസ്റ്റഗ്രാമിൽ കയറുന്ന ലൈക്കുകളോ അല്ലെങ്കിൽ കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ
കാര്യങ്ങളൊക്കെ കണ്ട് PR വർക്ക് അടിച്ചു കയറ്റുന്നു. അതൊക്കെ നിങ്ങൾ ഈ ചെവി കൂടെ കേട്ട് ഇപ്പുറത്തെ കൂടി വിട്ടുകളയുക. അത്രയേ ഉള്ളൂ അതൊക്കെ. ഇപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആ ഒരു കണ്ടസ്റ്റന്റിന് വോട്ട് ചെയ്യുക. അവിടെ വെച്ച് കാര്യം കഴിയും. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഫിനാലയുടെ അന്ന് ആ ഒരു കണ്ടസ്റ്റന്റ് തന്നെ കപ്പ് തൂക്കുന്നതായിരിക്കും. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്